ഇന്ന് സെറ്റ് സ്റ്റാറ്റിന്റെ ക്ലാസ് എടുക്കുന്നത് വീണ മിസ് ആണ്. വീണ മിസ് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നു. വീണ മിസ്, വെൽക്കം ടു ഗോപാൽജി ഇൻസ്റ്റിറ്റ്യൂട്ട്. താങ്ക് യു സാറേ. എൻ്റെ പേര് വീണ. ഞാനിപ്പോൾ റിസർച്ച് ചെയ്യാണ്. മാത്സിൽ ഡിഗ്രി ഉണ്ട്, PG ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. റിസർച്ച് ഏരിയ എൻ്റെ ടൈം സീരീസും ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഞാനൊന്ന് ജാംബോർഡ് ഓപ്പൺ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ഇതിൽ പഠിക്കാം. ഫസ്റ്റ് ടെർമിനോളജി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് എന്നാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് അണ്ടർ സ്റ്റഡി ഇൻ ആൻ എക്സ്പെരിമെന്റ്. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേരിയന്റ് ആണോ കൂടുതൽ ഇൻട്രസ്റ്റ് സ്റ്റഡി ചെയ്യാനായിട്ട്, ആ വേരിയൻസിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് നോക്കണം. അതിന് നമ്മൾ 3 ഫെർട്ടിലൈസേഴ്സ് എടുക്കുന്നു. എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഓൺ ദ yield ഓഫ് എ ക്രോപ്പ്. ഇപ്പൊ നമ്മൾ 3 ഫെർട്ടിലൈസേഴ്സ് എടുക്കുന്നു: സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാഷ്. അപ്പൊ ഈ 3 ആയിരിക്കും നമ്മളുടെ ട്രീറ്റ്മെന്റ്സ് ഈ കേസിൽ. അങ്ങനെ തന്നെ അടുത്ത ഡെഫിനേഷൻ ഈൽഡ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ്സ് ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ്. അതായത് റെസ്പോൺസ് ഓഫ് ട്രീറ്റ്മെന്റ് measured by some indicator such as crop production. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് എന്നാണ്. എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. ഈ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദി എക്സ്പെരിമെന്റ് ആയിരിക്കും. അതായത് എ യൂണിറ്റ് ടു വിച്ച് വൺ ട്രീറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പ്ലോട്ട് നമുക്കുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറിന് നമുക്ക് ട്രീറ്റ് ചെയ്യണം. അന്നേരം നമ്മൾ ഈ ഒരു പ്ലോട്ടിനെ നമ്മൾ കുറെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു സ്പെസിഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് സ്ക്വയർ ആയിരിക്കും നമ്മുടെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്. ഇവിടെ ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റുകൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ബ്ലോക്സിലാണ്. ബ്ലോക്സ് എന്താന്ന് വിചാരിച്ചാല്, ഇപ്പം ഈ ഒരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഫീൽഡ് പ്ലോട്ട്, അഗ്രികൾച്ചറൽ പ്ലോട്ടാന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ഏരിയയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ ക്വാളിറ്റി ആയിരിക്കും നമുക്കുള്ളത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ഒരു ഏരിയയിലെ സോയിൽ ക്വാളിറ്റി സെയിം ആണെങ്കിൽ ആ ഏരിയനെ ഒരുമിച്ച് ഒരു ബ്ലോക്ക് ആക്കുക. സോ ഈ ഒരു കേസിൽ ഈ ഏരിയയിലെ സോയിൽ ക്വാളിറ്റി എല്ലാം ഫോർ എക്സാമ്പിൾ അമോണിയം കണ്ടന്റ് ഹൈ ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ തരം തിരിക്കുന്നതാണ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ഹെറ്ററോജീനിയസ് പ്ലോട്ടാണ്, അതായത് എല്ലാം കൂടി മിക്സപ്പ് ആയ ഒരു പ്ലോട്ടാണ്. അതിനെ നമ്മൾ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ
അതിനെ ഡിവൈഡ് ചെയ്യുന്നു ബ്ലോക്സ് ആയിട്ട്. B1, B2, B3, B4, B5. അപ്പം ഈ ബ്ലോക്സിന്റെ ഉള്ളില് സോയിലിന്റെ ക്വാളിറ്റി സെയിം ആയിരിക്കും, പക്ഷെ ഇൻ ബിറ്റ്വീൻ ദ ബ്ലോക്സ് സോയിൽ ക്വാളിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു B2 എന്ന് പറയുന്ന ബ്ലോക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന with the property that, for example, പൊട്ടാഷ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് ഹൈ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ബട്ട് ദെൻ കോളം വൈസ് നോക്കുമ്പോൾ ഇത് രണ്ടും ബ്ലോക്ക് 2 എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ആണ്. 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ റാൻഡമൈസേഷൻ, second replication, third local control. റാൻഡമൈസേഷൻ എന്താന്ന് വിചാരിച്ചാല്, അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിനെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എനിക്കിപ്പം 4 ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 4 ഫെർട്ടിലൈസേഴ്സ് A, B, C and D. അപ്പൊ ഇതിനെ റാൻഡം ആയിട്ട് ഞാൻ ഈ ട്രീറ്റ്മെന്റ്സിനെ ഞാൻ ഈ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ അപ്ലൈ ചെയ്യുന്നു. റാൻഡം ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് റാൻഡമൈസേഷൻ. അപ്പൊ അതിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി എന്താന്ന് വിചാരിച്ചാല്, എല്ലാ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിനും ഒരു ട്രീറ്റ്മെന്റ്, ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് സെയിം ആണ്. പ്രോബിലിറ്റി ഓർ ചാൻസ് സെയിം ആണ്. ഇനി റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എനെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ട്രീറ്റ്മെന്റ് എനെ ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിൽ ആദ്യത്തെ ട്രയലിൽ ഞാൻ അത് അപ്ലൈ ചെയ്തു, സെക്കൻഡ് ട്രയൽ അപ്ലൈ ചെയ്തു, അങ്ങനെ കുറെ ടൈംസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ഉള്ളത്, അണ്ടർ സിമിലർ കണ്ടീഷൻസിൽ വേണം ആ ട്രീറ്റ്മെന്റ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലോക്കൽ കൺട്രോൾ ആണ്. ലോക്കൽ കൺട്രോൾ എവിടെ പോസിബിൾ എന്ന് വിചാരിച്ചാല്, നമ്മളുടെ ഈ പ്ലോട്ട് ഹെറ്ററോജീനിയസ് ആണ്. ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലോക്കിങ്ങിൽ പറഞ്ഞ പോലെ ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് സോയിൽ ആണ് ഈ പ്ലോട്ടിൽ എന്ന് വിചാരിക്കുക. അന്നേരം ഈ സോയിലിന്റെ ഏതെങ്കിലും ഒരു കണ്ടന്റ് ക്വാളിറ്റി സിമിലർ വെച്ച് നമ്മൾ ഈ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്യുന്നു, ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, വിതിൻ ദ ബ്ലോക്സ് ഒരു ഹോമോജനിറ്റി ഉണ്ടാവും, ബട്ട് ദെൻ ബിറ്റ്വീൻ ദ ബ്ലോക്സ് ഹോമോജനിറ്റി അല്ല, ഹെറ്ററോജനിറ്റി ആണ്. അതിനെയാണ് നമ്മൾ ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സ്പെരിമെന്റൽ എറർ എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഇത് 3 നമ്മളുടെ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റൽ എറർ എന്ന് പറയുന്ന ഒരു ടേം ആണ് അടുത്തത്. ഈ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എറേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ക്രോപ്പ് ഈൽഡ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ വെതർ കണ്ടീഷൻസ്, ഇത് നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അന്നേരം ഈ ഓരോ നമുക്ക് ഹ്യൂമൻസിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എറേഴ്സിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ എറർ എന്ന് വിളിക്കുന്നത്. അടുത്ത നമുക്ക് പഠിക്കാവുന്നത് അനോവ ആണ്. അനോവ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വേരിയൻസ്. ഓക്കെ, അനോവ എന്താണ്, നമ്മൾ ഡിഗ്രി ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. അനോവ എന്ന് പറയുന്നത് H0, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ് ഹൈപ്പോത്തസിസ്.
നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ട്. അനോവയുടെ കേസിൽ നമ്മൾ വി ആർ കമ്പയറിംഗ് മീൻസ് ഓഫ് 3 or more populations. ഇതാണ് അനോവ എന്ന് പറഞ്ഞാല്. അതായത് ഫോർ എക്സാമ്പിൾ μ1, μ2, μ3 ഇത് 3 മീൻസ് ആണ് 3 പോപ്പുലേഷൻസിന്റെ. അപ്പോൾ നമ്മുടെ H0 എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3 ആണ്. H1 അതായത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് μ1 നോട്ട് ഈക്വൽ ടു μ2 നോട്ട് ഈക്വൽ ടു μ3. മീൻസ് ഓഫ് 3 or more പോപ്പുലേഷൻസ് ആണ്. ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് n വരെയും കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ നമ്മൾ അനോവയിൽ എന്താ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മീൻസിന്റെ കമ്പാരിസൺ ആണ്. മീൻസ് എല്ലാം ഈക്വൽ ആണോ, മീൻസ് ഈക്വൽ അല്ലേ, എന്നിട്ട് നമ്മൾ അതിനെ വേരിയൻസ് വെച്ചൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് കോൾഡ് ആസ് അനോവ ടേബിൾ. അനോവ ടേബിളിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് വേരിയേഷൻ എന്നാണ്. ഏതൊക്കെയാണ് വേരി ചെയ്യുന്ന എലമെന്റ്സ്. ഇപ്പം നമ്മളുടെ ഡിസൈനിൽ നമ്മളിപ്പം എക്സ്പെരിമെന്റ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ആണ് വേരി ചെയ്യുന്നത് അല്ലേ. ട്രീറ്റ്മെന്റ്സും വേരി ചെയ്യുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ ദ ബ്ലോക്സും വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമായിരിക്കും നമുക്ക് സോഴ്സസ് ഓഫ് വേരിയേഷൻ ആയിട്ട് വരിക. സെക്കൻഡ് കോളം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. തേർഡ് കോളം SS എന്ന് പറയും, സം ഓഫ് സ്ക്വയർസ്. Fourth column mean sum of squares. Last column F ratio ആണ്. എന്നിട്ട് നമ്മളുടെ ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് വേരിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇത് എഴുതും. ഇതിപ്പോ ഒരു ജനറലൈസ്ഡ് കേസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതുന്നു. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സം ഓഫ് സ്ക്വയർസ്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും സം ഓഫ് സ്ക്വയർസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എസ് സ്ക്വയർ എ, എസ് സ്ക്വയർ ബി, എസ് സ്ക്വയർ സി, എററിന്റെ കേസിൽ എസ് സ്ക്വയർ ഇ. മീൻ സം ഓഫ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇ. സിമിലർലി മീൻ സം ഓഫ് സ്ക്വയർസ് ഫോർ ബി എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ബി ബൈ എസ് സ്ക്വയർ ഇ. മീൻ സം ഓഫ് സ്ക്വയർസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എസ് സി സ്ക്വയർ ബൈ എസ് ഇ സ്ക്വയർ. ഇനി എഫ് റേഷ്യോ ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഫോർ എലമെന്റ് എ എഫ് റേഷ്യോ എന്ന് പറയുന്നത് എം എസ് എസ് ഓഫ് എ ബൈ എം എസ് എസ് ഓഫ് ഇ ആണ്. അങ്ങനെ തന്നെ സിമിലർലി എഫ് ബിയും നമ്മൾ കണ്ടുപിടിക്കുന്നത്, എഫ് സി എക്സെട്ര നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഈ കിട്ടുന്ന എഫ് വാല്യൂ ഇത് നമ്മളുടെ കാൽക്കുലേറ്റഡ് എഫ് വാല്യൂ ആണ്. ഈ എഫ് വാല്യൂ നമ്മളുടെ ടേബിൾഡ് വാല്യൂവിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ H0 റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കോൺട്രാസ്റ്റിലേക്ക് പോകാം. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് or treatment means that have known coefficients in such a way that two of them
are non-zero, and the sum of coefficients is always zero. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് സമ്മേഷൻ i is equal to 1 to n ai xi ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്. ട്രീറ്റ്മെന്റ് മീൻസ് അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ഈ ai എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം. പിന്നെ അതുമല്ല അവരുടെ സം എന്ന് പറയുന്നത് സം ഓഫ് ai's ഈക്വൽ ടു സീറോ ആയിരിക്കണം. ആ കേസിൽ നമുക്ക് കോൺട്രാസ്റ്റ് എന്ന് ഈ ലീനിയർ കോമ്പിനേഷനെ ഡിഫൈൻ ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. mu1 മൈനസ് 2 mu2 പ്ലസ് mu3 ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ആണ്. സമ്മേഷൻ ai mu i അല്ലെ, i is equal to 1 to 3 ഈ ഒരു രീതിയിലാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ a1 എന്ന് പറയുന്നത് എന്താണ്? 1, a2 എന്ന് പറയുന്നത് -2, a3 എന്ന് പറയുന്നത് 1 അല്ലെ. അന്നേരം ഈ കോഎഫിഷ്യൻസ് ഒന്നും എല്ലാം നോൺ സീറോ ആണ്. ഇനി അതിന്റെ സം ഒന്ന് നോക്കിയേ. സമ്മേഷൻ i is equal to 1 to 3 ai എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 മൈനസ് 2 പ്ലസ് 1 അതെന്താണ്? സീറോ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടേമിനെ ലീനിയർ കോൺട്രാസ്റ്റ് എന്ന് വിളിക്കാം. വേറൊരു എക്സാമ്പിൾ തരാം. mu1 മൈനസ് mu2 ഇവിടുത്തെ നമ്മളുടെ കോഎഫിഷ്യന്റ് എന്താണ്? a1 എന്ന് പറയുന്നത് 1, a2 എന്ന് പറയുന്നത് -1. സോ സമ്മേഷൻ എന്തായിരിക്കും? സമ്മേഷൻ ഓവർ i is equal to 1 to 2 -1 plus 1 0. ഈ ലീനിയർ കോൺട്രാസ്റ്റിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് നമ്മളുടെ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി ഓർത്തോഗണൽ കോൺട്രാസ്റ്റ്. ഓർത്തോഗണൽ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കോൺട്രാസ്റ്റുകൾ ഉണ്ട്. സമ്മേഷൻ i is equal to 1 to k ci mu iയും സമ്മേഷൻ i is equal to 1 to k di mu iയും. ഇവര് രണ്ടുപേരും ഈ രണ്ട് കോൺട്രാസ്റ്റുകളും ഓർത്തോഗണൽ കോൺട്രാസ്റ്റുകൾ ആവണമെങ്കിൽ സമ്മേഷൻ i is equal to 1 to k ci di എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. അതായത് കോഎഫിഷ്യൻസിന്റെ പ്രോഡക്റ്റ് സീറോ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. കോഎഫിഷ്യൻസിന്റെ പ്രോഡക്റ്റിന്റെ സമ്മുകൾ സീറോ ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ mu1 മൈനസ് mu2. ഈ കേസിൽ c1 എന്താണ്? 1 ആണ്. d1 എന്ന് പറയുന്നത് -1 ആണ്. സോ സമ്മേഷൻ എടുക്കുമ്പോൾ c1 d1 സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 - 1 which is 0. സെക്കൻഡ് mu1 plus 2 mu2 minus 2 mu3. mu1 plus mu2 plus mu3 minus 3 mu4. ഈ കേസിൽ എങ്ങനെയാന്ന് വിചാരിച്ചാൽ നമ്മൾ ലൈക്ക് ടേംസ് നോക്കണം. ഇപ്പൊ mu1 കറസ്പോണ്ടിങ് ആയിട്ട് c1 എന്ന് പറയുന്ന 1ഉം d1 എന്ന് പറയുന്നത് 1ഉം ആണ്. c2 എന്താണ്? 2ഉം ഇവിടെ mu2ന് കറസ്പോണ്ടിങ് ആയിട്ട് c2 എന്ന് പറയുന്ന 1, c3 mu3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -2ഉം d3 mu3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം c4 എന്ന് പറയുന്ന എലമെന്റ് ഈ ഒരു കോൺട്രാസ്റ്റിനില്ല. അപ്പൊ c4 ഇവിടെ 0 ആണ്. ഇവിടെ d4 എന്താണ്?
-3. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് സമ്മേഷൻ I is equal to 1 to 4 CI DI. 1 into 1 plus 2 into 1 minus 2 into 1 plus 0 into -3. അപ്പൊ എന്താ കിട്ടുക? 1 plus 2 minus 2 plus 0. ഇവിടെ 0 ആണ്. അപ്പം 0 plus 2 minus 2 എന്ന് പറയുമ്പോൾ അത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് കോൺട്രാസ്റ്റുകളും ഓർത്തോഗണൽ കോൺട്രാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പം നോട്ടായിട്ടൊന്ന് എഴുതണേ. അതായത് നമുക്കിപ്പം K ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. K ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് mutually orthogonal contrast എന്നത് K-1 ആയിരിക്കും. അതായത് K ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മ്യൂച്വലി ഓർത്തോഗണൽ കോൺട്രാസ്റ്റുകൾ K-1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് 3 ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് മ്യൂച്വലി ഓർത്തോഗണൽ കോൺട്രാസ്റ്റുകൾ? 2 ഓർത്തോഗണൽ കോൺട്രാസ്റ്റുകളായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിസൈൻസ് പഠിക്കാം. 3 തരം ഡിസൈൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. CRD, അതായത് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ, RBD, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ, LSD, ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ഈ ഡിസൈനുകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മൾ 3 തരം പ്രിൻസിപ്പിൾസ് പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയായിരുന്നു? റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ, ലോക്കൽ കൺട്രോൾ. ഓക്കെ. CRD എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ബേസ് ചെയ്തേക്കുന്നത് റാൻഡമൈസേഷനിലും റെപ്ലിക്കേഷനിലും ആണ്. ഈ 2 പ്രിൻസിപ്പിൾസിലും ആണ് CRD ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു നോട്ട് വർത്തി പോയിന്റ് CRDയുടെ എന്താന്ന് വിചാരിച്ചാല്, CRDയുടെ ഡിസൈൻ എപ്പോഴും ഒരു ഹോമോജീനിയസ് പ്ലോട്ടിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലോക്കൽ കൺട്രോളിന്റെ ആവശ്യം വരില്ല. ഹോമോജീനിയസ് പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് അത് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ കേസിൽ നമുക്ക് ലോക്കൽ കൺട്രോള് ഇല്ല. റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ CRDയിൽ. CRDയിൽ പിന്നെ ട്രീറ്റ്മെന്റ്സ്, റാൻഡമൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ട്രീറ്റ്മെന്റ്സിന് പറയുന്ന ട്രീറ്റ്മെന്റ്സ് എന്താണ്? റാൻഡംലി അലോക്കേറ്റഡ് ആണ്. അന്നേരം ഓരോ ട്രീറ്റ്മെന്റിനും പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ട്രീറ്റ്മെന്റ്, ഓരോ എക്സ്പെരിമെന്റൽ യൂണിറ്റിനും പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ട്രീറ്റ്മെന്റ് സെയിം ആയിരിക്കും. ഇനി നമുക്ക് CRDയുടെ അനോവ ടേബിൾ ഒന്ന് നോക്കാം. സോഴ്സസ് ഓഫ് വേരിയേഷൻ ഉണ്ട് ഫസ്റ്റ് കോളം,
സെക്കൻഡ് കോളം എന്തായിരുന്നു? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. തേർഡ് കോളം സം ഓഫ് സ്ക്വയർസ്. ഫോർത്ത് കോളം മീൻ സം ഓഫ് സ്ക്വയർസും പിന്നെ ലാസ്റ്റ് കോളം എഫ് റേഷ്യോ ആയിരുന്നു അല്ലേ? ഓക്കെ. ഇനി ഇവിടെ CRDയില് നമ്മൾ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഓരോ എക്സ്പെരിമെന്റൽ യൂണിറ്റിലും അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ ഇവിടെ ഒരു സോഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രീറ്റ്മെന്റ്സ് വേരി ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ്സ് എന്ന് എഴുതാലോ സോഴ്സസ് ഓഫ് വേരിയേഷനിൽ. പിന്നെ ഇവിടെ എറേഴ്സും വരും, എക്സ്പെരിമെന്റൽ എറേഴ്സ് അല്ലേ? പിന്നെ ഇതിന്റെ ടോട്ടൽ. സോ ഈ CRDയില് നമ്മളിപ്പോ കെ ട്രീറ്റ്മെന്റ്സ് N എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ അപ്ലൈ ചെയ്യാനേ അപ്ലൈ ചെയ്യാണ് CRDയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്ന സോഴ്സ് ഓഫ് വേരിയേഷന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം T അല്ല, K ആണല്ലോ നമ്മുടെ ട്രീറ്റ്മെന്റ്സിന്റെ എണ്ണം. സോ ഇറ്റ് വിൽ ബി K -1 അല്ലേ? അങ്ങനെ തന്നെ എറർ എന്ന് പറയുന്നത് N - Kയും ടോട്ടൽ എന്ന് പറയുന്നത് N-1 ആയിരിക്കും. നമ്മൾ സാധാരണ K-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ട്രീറ്റ്മെന്റ്സിന്റെ K-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതിയിട്ട് നമ്മൾ ടോട്ടൽ എഴുതും. ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിന്റെ എണ്ണം -1 ആണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടോട്ടലിന്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എറേഴ്സിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന N-1, അതായത് ടോട്ടലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മൈനസ് ട്രീറ്റ്മെന്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1 മൈനസ് ഓഫ് K-1. അപ്പൊ എന്താ കിട്ടുന്നത്? N-K. അതാണ് നമ്മളിവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ഇനി സം ഓഫ് സ്ക്വയർസ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു എറർ ഉണ്ട്, പിന്നെ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ്സ് പ്ലസ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു എറർ ഉണ്ട് അല്ലേ? ഇനി മീൻ സം ഓഫ് സ്ക്വയർസിൽ മീൻ സം ഓഫ് സ്ക്വയർസ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രീറ്റ്മെന്റ്, അതായത് K-1. അങ്ങനെ തന്നെ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു എറർ ഡിവൈഡഡ് ബൈ എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് N-K എന്ന് കിട്ടും. ഇനി എഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ് ഡിവൈഡഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു എറർ. ഈ അനോവ ടേബിൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനോവ ടേബിളിന്റെ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു? H0 H1. ഇവിടെ ഈ കേസിൽ നമുക്കിപ്പോ K ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മളുടെ ഈ ട്രീറ്റ്മെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മളിവിടെ ആൽഫ എന്ന് വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, H0 α1 = α2 = etc = αk. അന്നേരം H1 എന്തായിരിക്കും? H1 എന്ന് പറയുന്ന α1 not equal to α2 not equal to etc not equal to αk അല്ലേ? ഇനി നമ്മളുടെ FT, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത FT എന്ന് പറയുന്നത് എപ്പോഴും ഫോളോസ് K-1 N-K ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചുള്ള ഒരു F ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. K-1 ട്രീറ്റ്മെന്റ്സിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, N-K എന്ന് പറയുന്നത് എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇനി ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾഡ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇതാണ് നമ്മുടെ ടേബിൾഡ് വാല്യൂ എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ H0 റിജക്ട് ചെയ്യുന്നു.
വി റിജക്ട് H0. അല്ലേ? അപ്പൊ എന്താണ് അർത്ഥം? മീൻസ്, ട്രീറ്റ്മെന്റ് മീൻസ് സെയിം അല്ല. അപ്പം ഏതോ ട്രീറ്റ്മെന്റ് മീൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഹോക് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ഏത് ട്രീറ്റ്മെന്റ് മീൻസ് തമ്മിലാണ് വ്യത്യാസം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിലൊരെണ്ണമാണ് ടക്കീസ് ടെസ്റ്റ്. അതിപ്പോ നമ്മളുടെ എക്സാമിന് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടാത്ത പോർഷൻ ആണ്. ഇനി നമ്മൾ RBDയിലേക്ക് പോകാം. RBD എന്ന് പറയുന്നത് എന്തായിരുന്നു? റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. ഇതിൽ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെരിമെന്റൽ പ്ലോട്ട് ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഹെറ്ററോജീനിയസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലോട്ടിനെ ഹോമോജീനിയസ് ആക്കണം. ഹോമോജീനിയസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വി ഇൻട്രൊഡ്യൂസ് ബ്ലോക്സ്. ബ്ലോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇതിനെ പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ പറയുന്നത്? ലോക്കൽ കൺട്രോൾ അല്ലേ? അപ്പം ഈ RBDയിൽ നമ്മൾ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനും ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ, തേർഡ് ലോക്കൽ കൺട്രോൾ. CRDയിൽ ഏതൊക്കെയായിരുന്നു? CRDയിൽ നമ്മൾ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ബിക്കോസ് എന്താണ്? CRDയിൽ നമ്മൾ ഓൾറെഡി ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് യൂണിറ്റ്സിന്റെ ഒരു പ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനല്ല, നമ്മളിവിടെ ഹെറ്ററോജീനിയസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സെറ്റ് എക്സാമിന്. സോ RBDയുടെ അനോവ ടേബിൾ എന്ന് പറയുമ്പോൾ അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? SV എന്ന് പറയുന്ന സോഴ്സസ് ഓഫ് വേരിയേഷൻ ആണ്. ഇനി മലയാൻ സോഴ്സസ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞ SV എന്ന് എഴുതാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, sum of squares, mean sum of squares, പിന്നെ നമ്മളുടെ F ratio. അപ്പം ഈ RBDയിൽ ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് വേരിയേഷൻ വരുന്നത്? ട്രീറ്റ്മെന്റ്സ് വരുന്നുണ്ട്. അത് പിന്നെ ഏതൊരു ഡിസൈനും ട്രീറ്റ്മെന്റ്സ് സോഴ്സ് ഓഫ് വേരിയേഷൻ ആയിട്ട് വരും. ട്രീറ്റ്മെന്റ്സ് ഇല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യില്ല അല്ലേ? പിന്നെന്താണ്? RBDയിൽ നമ്മൾ CRDയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് പറഞ്ഞത്? RBDയുടെ ഡേറ്റ ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഹെറ്ററോജീനിയസ് ആകുമ്പോൾ നമുക്ക് ഡേറ്റനെ ഹോമോജീനിയസ് ആക്കണം. ഹോമോജീനിയസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ ബ്ലോക്സിൽ പറഞ്ഞായിരുന്നു വിത്തിൻ ബ്ലോക്സ് ഹോമോജീനിറ്റി ആയിരിക്കും, പക്ഷെ ബിറ്റ്വീൻ ദ ബ്ലോക്സ് ഹെറ്ററോജീനിറ്റി എക്സിസ്റ്റ് ചെയ്യും. അപ്പോ ബ്ലോക്സും ഒരു സോഴ്സ് ഓഫ് വേരിയേഷൻ അല്ലേ? ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ RBDയിൽ P ട്രീറ്റ്മെന്റ്സും Q ബ്ലോക്സും ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ പോലത്തെ കേസിൽ ട്രീറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? P-1 അല്ലേ? അപ്പം ബ്ലോക്സിന്റെ എണ്ണം Q ആണ്. സോ ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? Q-1.
പിന്നെ നമുക്ക് ഇവിടെ ഒരു എറർ ടേം ഉണ്ട് അല്ലെ, എക്സ്പെരിമെന്റൽ എറർ. ഇവിടെ ഒരു ടോട്ടൽ ടേമും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെ നമ്മൾ എറർ ടേം കണ്ടുപിടിക്കും എന്നുള്ളത്. ടോട്ടൽ മൈനസ് എറർ ടേം. ഇവിടെ ഇപ്പം PQ -1 എന്നായിരിക്കും കിട്ടുക. അപ്പൊ എറർ ടേം എന്തായിരിക്കും? PQ -1 മൈനസ് P -1 മൈനസ് Q+1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് P -1 ഇൻറ്റു Q -1 എന്നായിരിക്കും. ഓക്കെ അല്ലേ? ഇനി സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുമ്പം ST² ആണ്, SB² ആണ്, SE² ആണ്. നമുക്ക് RBD ലൈക്ക് എല്ലാ ഡിസൈൻസിന്റെ കോൺസെപ്റ്റും പഠിക്കണം. പിന്നെ ഈ അനോവ ടേബിളും. അത് അത്രയും മതി നമ്മളുടെ സെറ്റ് എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഇനി മീൻ സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുമ്പോൾ ഈ കേസിൽ എന്തായിരിക്കും? ST² ഡിവൈഡഡ് ബൈ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഓഫ് ട്രീറ്റ്മെന്റ്, ദാറ്റ് ഇസ് P -1. SB² divided by Q -1, SE² divided by P -1 into Q -1. ഇനി F റേഷ്യോ നമ്മൾ FT ഡിഫൈൻ ചെയ്യുന്നു. FT എങ്ങനെയായിരുന്നു? MSS of T divided by mean sum of squares due to error. ഇനി FB എന്തായിരുന്നു? ഞാനത് നെക്സ്റ്റ് പേജിൽ എഴുതാം. FT എന്ന് പറയുന്നത് മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ് T ബൈ മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു എറർ. അങ്ങനെ തന്നെ F സ്റ്റാറ്റിസ്റ്റിക് ഫോർ ബ്ലോക്സ് എന്തായിരുന്നു? മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ബ്ലോക്സ് ഡിവൈഡഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു എറർ അല്ലേ? ഇനി നമ്മളുടെ ഈ FT ഫോളോസ് എന്താണ്? F P -1, P -1, Q -1. അന്നേരം നേരത്തെ പോലെ നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾഡ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി റിജക്ട് H0. ഇവിടെ H0, H1 എന്ന് പറയുന്നത് α1 equal to α2 equal to etc is equal to alpha n, α1 not equal to α2 not equal to etc not equal to alpha n. നമുക്ക് രണ്ട് സോഴ്സസ് ഓഫ് വേരിയേഷൻ ആണ്. അപ്പൊ ഇത് ട്രീറ്റ്മെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, അതായത് ഹൈപ്പോത്തസിസ് കറസ്പോണ്ടിങ് ടു ദ ബ്ലോക്സ്, അതായത് H0Bയും H1B. സെയിം തിങ് തന്നെ B1 ഈക്വൽ ടു B2 ഈക്വൽ ടു, അതായത് B1 B2s എല്ലാം ഹോമോജീനിയസ് ആണെന്നും പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇവര് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിസ്സിംഗ് പ്ലോട്ട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോവാം. മിസ്സിംഗ് പ്ലോട്ട്സ്. മിസ്സിംഗ് പ്ലോട്ട്സ് എന്ന് പറഞ്ഞാല് എനിക്കിപ്പോ ഇതൊരു ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. നമ്മളുടെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? എക്സ്പെരിമെന്റൽ യൂണിറ്റ്. അപ്പൊ ഈ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ യൂണിറ്റ് ആണ്. ഞാൻ ABCD എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്സ് റാൻഡം ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഞാൻ അറിയാതെ ഈ ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിൽ ഞാൻ മിസ് ചെയ്യുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നില്ല. ബാക്കി എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നു. ബൈ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു വാല്യൂനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ, ഈ ഒരു പ്ലോട്ടിന്റെ ഈൽഡിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ മിസ്സിംഗ് പ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി P എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്.
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ്സിംഗ് പ്ലോട്ട്സ് ഇൻ RBD ആണ്. CRDയിൽ മിസ്സിംഗ് പ്ലോട്ട്സ് അവൈലബിൾ ആയിരിക്കില്ല. RBDയുടെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. RBDയിൽ 1 മിസ്സിംഗ് പ്ലോട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം. T1, T2, etc. TP, B1, B2, etc. BQ. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടാണ് ഞാൻ മിസ് ചെയ്തേക്കുന്നത്. അതായത് ബ്ലോക്ക് 1 ട്രീറ്റ്മെന്റ് 1 അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ എല്ലാം എലമെന്റ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ Y21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈൽഡ് ഓഫ് ദ പ്ലോട്ട് ഇൻ ഫോർ ട്രീറ്റ്മെന്റ് 2 ഇൻ ബ്ലോക്ക് 1. അങ്ങനെ തന്നെ Y1Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഈൽഡ് ഓഫ് ദ പ്ലോട്ട് ഇൻ ട്രീറ്റ്മെന്റ് ഫോർ ട്രീറ്റ്മെന്റ് 1 ഇൻ ക്യൂത്ത് ബ്ലോക്ക്. ഇനി നമുക്ക് റോ വൈസ് ടോട്ടൽസ് എടുക്കാം. റോ വൈസ് ടോട്ടൽ എടുക്കുമ്പോൾ Y21 പ്ലസ് എക്സെട്ര പ്ലസ് YP1 എന്റെ ടോട്ടൽ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് B1 ഡാഷ് ആയിരിക്കും. പ്ലസ് ഈ ഒരു എക്സ്ട്രാ എലമെന്റ് ആയിട്ടുള്ള Y, അത് മിസ്സിംഗ് ആണല്ലോ. പിന്നെ ഈ B2 റോ വൈസിന്റെ സമ്മ് B2 ഡാഷ് എക്സെട്ര BQ ഡാഷ് ആണ് ഫോർ ദ ക്യൂത്ത് ബ്ലോക്ക്. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് വൈസും സം എടുക്കാം. അപ്പൊ എന്താണ്? ആദ്യത്തെ കോളത്തിന്റെ T1 ഡാഷ് പ്ലസ് Y എന്ന്, അതായത് ഈ Y12 ടു Y1Qന്റെ സമ്മാണ് T1 ഡാഷ് പ്ലസ് Y എന്ന് പറയുന്ന ഒരു അൺനോൺ എലിമെന്റ്. T2ന്റെ സമ്മ T2 എക്സെട്ര T2 ഡാഷ് ആണ് എക്സെട്ര അപ് ടു TP ഡാഷ്. ഇതിന്റെ ഗ്രാൻഡ് ടോട്ടൽ, അതായത് ഈ കോളം വൈസും റോ വൈസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ രണ്ടും സെയിം ആയിരിക്കും, അതായത് G ഡാഷ് പ്ലസ് Y. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് P ട്രീറ്റ്മെന്റ്സ്, P എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്. Q എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്, അല്ലേ? ഓക്കെ. ഇനിയും കുറച്ച് ടേംസ് ഉണ്ട്. നമ്മൾ ഇതിപ്പോ ന്യൂമറിക്കലി ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. B1 ഡാഷ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഓൾ അവൈലബിൾ P-1 ഒബ്സർവേഷൻസ്, അല്ലേ? B1 ഡാഷ് നോക്കിയേ, ഇത് ഇത്രയും പ്ലസ് ഈ ഒരു ടേമിന്റെ അഡിഷൻ ആണ് B1 ഡാഷ് പ്ലസ് Y. അങ്ങനെ തന്നെ അപ്പം B1 ഡാഷ് എന്ന് പറയുമ്പോൾ ഈ നോൺ ടേംസിന്റെ എല്ലാത്തിന്റെയും സമ്മ്. B2ന് കറസ്പോണ്ടിങ് ആയിട്ട് B2 ഡാഷ് എക്സെട്ര അപ് ടു BQ ഡാഷ്. T1 ഡാഷ് അല്ലെങ്കിൽ TI ഡാഷ് ജനറലൈസ് ചെയ്ത് പറയാണ് വിത്ത് റെസ്പെക്ട് ടു I, ടോട്ടൽ ഓഫ് ഓൾ Q-1 observations. T1 ഡാഷ് എന്ന് പറയുമ്പം
കോളം വൈസ് നമ്മൾ സം ചെയ്യുന്നതിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ സമ്മാണ്. ജി ഡാഷ് നെക്സ്റ്റ് ടേം, ഗ്രാൻഡ് ടോട്ടൽ. ഈ ടേംസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാൻഡ് ടോട്ടൽ ഓഫ് available observations in T1. PQ minus 1 observations. അന്നേരം ഇനി നമ്മൾ എന്തിനായിരുന്നു ഇതെല്ലാം ചെയ്ത്? ഈ ഒരു വൈന്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അന്നേരം ഈ വൈന്റെ വാല്യൂ വൈന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു ഫോർമുലയിലൂടെ, അതായത് പി T1 ഡാഷ് പ്ലസ് ക്യൂ V1 ഡാഷ് മൈനസ് G ഡാഷ് ഡിവൈഡഡ് ബൈ P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1. P എന്തായിരുന്നു? നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആയിരുന്നു. T1 ഡാഷ് എന്ന് പറയുന്ന കോളം സം ഓഫ് ഓൾ ട്രീറ്റ്മെന്റ്സ് അല്ലെ. Q മൈനസ് 1 ഒബ്സർവേഷൻസിന്റെ സമ്മാണ് T1 ഡാഷ്. Q എന്ന് പറയുന്ന നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. V1 ഡാഷ് എന്ന് പറയുന്ന ടോട്ടൽ ഓഫ് ഓൾ അവൈലബിൾ P മൈനസ് 1 ഒബ്സർവേഷൻസ് ഇൻ ബ്ലോക്ക് 1 മൈനസ് G ഡാഷ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്രാൻഡ് ടോട്ടൽ ഓഫ് പി ക്യു മൈനസ് 1 ഒബ്സർവേഷൻസ്. ഇതറിയാലോ, P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1. അതെന്തായിരുന്നു? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എറർ ടോ അല്ലേ. ഇനി നമുക്ക് 2 മിസ്സിംഗ് പ്ലോട്ട്സിന്റെ കേസ് RBDയിൽ തന്നെ പഠിക്കാം. 2 മിസ്സിംഗ് പ്ലോട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിലായിരുന്നു മിസ്സിംഗ് ആയിട്ടുള്ളത്. 2ന്റെ കേസ് വരുമ്പോൾ 2 എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ആയിരിക്കും മിസ്സിംഗ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇതും ബാക്കി എല്ലായിടത്തും വാല്യൂസ് ഉണ്ട്. ടു മിസ്സിംഗ് പ്ലോട്ട്സിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി അടുത്ത ഡിസൈനിലേക്ക് നമുക്ക് പോകാം, അതായത് LST, അതായത് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇത് കിട്ടും. അതൊരു ലാറ്റിൻ സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു മെട്രിക്സ് സ്ക്വയർ രൂപേണ ആകുമ്പോൾ നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആണ്. അങ്ങനെ തന്നെ ഇവിടെ ലാറ്റിൻ സ്ക്വയർ ഓഫ് ഓർഡർ M എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ M റോസും M കോളംസും ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വിചാരിച്ചാൽ എവറി ലാറ്റിൻ ലെറ്റർ occurs only once in each row and column. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ ഞാൻ M is equal to 3 എന്ന് കൊടുക്കാണ്. അതായത് ഒരു 3/3 ഇതാണ്. 3 കോളംസ് ഉണ്ട്, 3 റോസും ഉണ്ട്. മൂന്ന് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ABC, CAB,
ബി സി എ. ലാറ്റിൻ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എ ബി സി ആണ്, എ ബി ടു സെഡ്. ഓക്കെ, അപ്പം 3 കോളംസും 3 റോസും ഉണ്ട് നമുക്ക്. ഇവിടെ നോക്കിയേ, നമ്മളുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതായത് എവറി ലാറ്റിൻ ലെറ്റർ ഒക്കേഴ്സ് ഓൺലി വൺസ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം അല്ലെ. ഇപ്പം ഫോർ എക്സാമ്പിൾ എ ഈ റോയിൽ നോക്കിയാൽ വൺസ് ആണ് വരുന്നത്, കറസ്പോണ്ടിങ് കോളത്തിൽ നോക്കിയാൽ വൺസ് ആണ് വരുന്നത്. അങ്ങനെ തന്നെ ഓരോ എലിമെന്റും. പിന്നെ വേറൊരു കാര്യം ലാറ്റിൻ സ്ക്വയർ ഡിസൈനിനെ കുറിച്ച് പറയാൻ ഉള്ളത്, അതായത് ഇപ്പം m ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു ലാറ്റിൻ സ്ക്വയർ ഡിസൈനിന് എത്ര സ്ക്വയർസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് സ്ക്വയർസ് that can be produced is equal to m factorial. So m equal to 3 ആകുമ്പോൾ m factorial എന്ന് പറയുന്നത് 3 factorial ആണ്, which is equal to 3 into 2 into 1, അതായത് 6. അപ്പൊ നമുക്ക് 6 സ്ക്വയർസ് കിട്ടും. m is equal to 3 എന്ന് പറയുന്ന നമ്പർ ഓഫ് ലാറ്റിൻ സ്ക്വയർസ്. ഇനിയും അടുത്തത് നമുക്ക് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻസിന്റെ അനോവ ടേബിൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സോഴ്സസ് ഓഫ് വേരിയേഷൻ ഉണ്ട്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, സം ഓഫ് സ്ക്വയർസ് ഉണ്ട്, മീൻ സം ഓഫ് സ്ക്വയർസ് ഉണ്ട്, എഫ് റേഷ്യോ ഉണ്ട് അല്ലെ. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം, ഏതൊരു ഡിസൈനും ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കണം. ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ LSDയിൽ എന്തൊക്കെയാണ് വേറെ പ്രത്യേകതകളൊക്കെ ഉള്ളത്? റോസും കോളംസും ഉണ്ട് അല്ലെ. അപ്പം റോസ് തമ്മിലും വേരിയേഷൻ ഉണ്ട്, കോളംസ് തമ്മിലും വേരിയേഷൻ ഉണ്ട്. പിന്നെ നമ്മളുടെ യൂഷ്വൽ എററും ടോട്ടൽ. നമുക്ക് M ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, നമ്മളുടേത് M/M ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണെങ്കിൽ നമ്മൾക്ക് M ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം m-1 ആണ്. എത്ര റോസ് ഉണ്ട്? m റോസ്. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? m-1. എത്ര കോളംസ് ഉണ്ട്? m കോളംസ് ഉണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം m-1 ആയിരിക്കും അല്ലെ. ടോട്ടൽ ഇതിപ്പോ ഒരു സ്ക്വയർ ആണ്, അപ്പൊ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് എന്തായിരിക്കും? m²-1. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോട്ടലിന്ന് ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യുക, അതായത് m²-1 മൈനസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3m - 3 എന്ന് കിട്ടും. അപ്പം ഫൈനൽ ആയിട്ട് നമുക്ക് എറർ കിട്ടുന്നത് m-1 ഇൻറ്റു m-2 എന്നാണ്. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് m²-3m -1 + 3 എന്ന് കിട്ടും. m²-3m + 2 അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് m-1 ഇൻറ്റു m-2. ഇനി സം ഓഫ് സ്ക്വയർസ് നേരത്തെ പോലെ തന്നെ ST², SR², SC², SE². ഇനി ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും സം ആയിരിക്കും, അതായത് ST² + SR² + SC² + SE². ഇനി മീൻ സം ഓഫ് സ്ക്വയർസിലേക്ക് പോവാണെങ്കിൽ സം ഓഫ് സ്ക്വയർസ് ഓഫ് ട്രീറ്റ്മെന്റ് T divided by degrees of freedom, SR² divided by degrees of freedom, SC² divided by degrees of freedom, SE² divided by degrees of freedom. അവിടെ എന്തായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? m-1 ഇൻറ്റു m-2.
എഫ് റേഷ്യോ എന്ന് പറയുമ്പം എഫ് ടിന്റെ കണ്ടുപിടിക്കും. എഫ് ടി എന്തായിരുന്നു? എം എസ് എസ് ടി ബൈ എം എസ് എസ് ഇ. അങ്ങനെ തന്നെ നമ്മൾ എഫ് ആർ കണ്ടുപിടിക്കുന്നു. എം എസ് എസ് ആർ ബൈ എം എസ് എസ് ഇ. എഫ് സി കണ്ടുപിടിക്കുന്നു. എം എസ് എസ് സി ബൈ എം എസ് എസ് ഇ. എന്നിട്ട് നേരത്തെ പറയുന്ന പോലെ നമ്മൾ ടേബിൾഡ് വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമ്മൾക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂസ്, നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾഡ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എച്ച് നോട്ട്, വി റിജക്ട് എച്ച് നോട്ട്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുക്കാവുന്നത് മിസ്സിംഗ് പ്ലോട്ട് ടെക്നീക്കാണ്. LSDയിലെ മിസ്സിംഗ് പ്ലോട്ട് ടെക്നീക്കാണ് നമ്മളിപ്പം എടുക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് RBDയിലായിരുന്നു, ഇപ്പം LSDയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിന്റെ ടേംസ് ആദ്യം നോക്കാം. R1 എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഓൾ അവൈലബിൾ M-1 observations in first row C1 total of all available M-1 observations in first column. ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. T1 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് all available M-1 observations receiving the first treatment. പിന്നെ G അറിയാലോ. G എന്ന് പറയുന്നത് എന്താണ്? ഗ്രാൻഡ് ടോട്ടൽ ആയിരിക്കും. അതായത് G' എന്ന് പറയുന്നത് grand total of available M²-1 observations. ഇനി നമുക്ക് മിസ്സിംഗ് പ്ലോട്ട്, നമുക്ക് ഈ ടേംസ് എല്ലാം ഇപ്പം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മിസ്സിംഗ് പ്ലോട്ടിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. സോ നമുക്ക് വൈന്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, അതായത് മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. Y hat is equal to M into R1 plus C1 ആ M എന്തായിരുന്നു? നമ്മളുടെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസോ നമ്പർ ഓഫ് കോളംസ്. LSDയിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണ്. R1 plus C1 plus T1 minus 2G divided by M-1 into M-2. അപ്പോൾ ഇതാണ് നമ്മളുടെ Y ഹാറ്റിന്റെ വാല്യൂ. ഈ വാല്യൂസ് നമുക്കറിയാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് തരുമായിരിക്കും. എന്നിട്ട് നമ്മൾ Y ഹാറ്റ് കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഫോർമുല പഠിച്ചു വെക്കണം.
ഇനി അടുത്ത നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കോൺട്രാസ്റ്റ് കട്ട് ചെയ്തിട്ടിടട്ടെ. ഓക്കെ സാർ. സാർ ഒരു നിമിഷം സാർ, ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ് വെക്കണ്ട. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു രീതി, അതായത് കുട്ടികൾ ആരും ഇല്ലാതെ തന്നെ ക്ലാസ് എടുക്കുന്നത്. അല്ല, ഇത് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. കാരണം കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കാം. ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ക്ലാസ് അങ്ങ് കൊടുക്കാം. അപ്പം നമുക്ക് ടീച്ചറിന്റെ അടുത്ത് പറയാം. എന്തായാലും ഇന്ന് ഇത്രയും മതി. കാരണം നമ്മളിപ്പം